നടിയുടെ അടുത്ത ബന്ധുവായ ഒരു യുവതിയാണ് ഇപ്പോൾ പരാതിയുമായി വന്നിരിക്കുന്നത്. നടിക്ക് സെക്സ് മാഫിയയുമായി ബന്ധമുണ്ടെന്നും തന്നെയും ഇങ്ങനെ കുടുക്കിയെന്നും യുവതി പറയുന്നു. എന്നെ കൊണ്ടതൊരു ഹോട്ടൽ റൂമിലേക്കായിരുന്നു. അവിടെ 5-6 ആണുങ്ങളുണ്ടായിരുന്നു. അവിടെ ചെന്നു. അവിടെ ഉള്ളവർ വന്ന് എനിക്ക് ആദ്യം ഷെയ്ക്കാൻ തോന്നുന്നു. പിന്നെ അടുത്തയാൾ വന്ന് എൻ്റെ മുഖത്തും മുടിയിലും കവിളിലൊക്കെ തൊട്ടു, എൻ്റെ ഷോൾഡറിലൊക്കെ പിടിക്കുകയും ചെയ്തു. അപ്പോൾ ഞാൻ അവരെ തട്ടി മാറ്റി. ആ ഒരു സിറ്റുവേഷനിലാണ് എനിക്ക് മനസ്സിലായത് പുള്ളിക്കാരുടെ ഉദ്ദേശം ഒരു ഓഡീഷന് കൊണ്ടുപോവുകയല്ലായിരുന്നു. അവർക്ക് എന്നെ കാഴ്ച വെച്ച് അല്ലെങ്കിൽ അവർക്ക് എന്നെ കാണിച്ച് പൈസ ആ ഒരു ലെവലിലേക്ക് എത്തിക്കുകയായിരുന്നു എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ അവിടുന്ന് പ്രശ്നം ഉണ്ടാക്കി. ഞാൻ ബഹളം വെച്ചു. എനിക്ക് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞു. ആ ഒരു ടൈമിൽ ഇവരെന്നെ അതിലും മോശമായിട്ട് എന്നോട് ഷൗട്ട് ചെയ്തു. ഇവരെന്നോട് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ആദ്യമായിട്ടല്ല ഇങ്ങനെ ഒരു പെൺകുട്ടിയെ ഇങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് എത്തിക്കുന്നത്. ഇതിനു മുമ്പ് ഇവരിങ്ങനെ എത്തിച്ചിട്ടുണ്ട്. അതിൽ ഇവർക്ക് നല്ല രീതിയിൽ ഒരു സാമ്പത്തിക മേന്മയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നീ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ ഒന്ന് ചെറിയ രീതിയിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കണ്ണടച്ച് കഴിഞ്ഞാൽ നല്ലൊരു ലൈഫ് എനിക്ക് ഉണ്ടാവും. അപ്പോൾ മിനു മുനീറുമായി ബന്ധപ്പെട്ടിട്ട് മിനു മുനീറിന്റെ ബന്ധു തന്നെ വന്നിട്ടാണ് മിനു മുനീറിനെതിരായിട്ട്, അതായത് ഒരു സെക്സ് റാക്കറ്റുമായിട്ട് ബന്ധമുണ്ടെന്നും ആ രീതിയിലുള്ള വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നതും വെളിപ്പെടുത്തൽ നടത്തിയെന്ന് മാത്രമല്ല അവർ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടിട്ട് പോലീസുകാരും അതിന്റെ കാര്യങ്ങളുമായിട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോ ദിവസം കൂടുന്തോറും മിനു മുനീറിന്റെ കാര്യങ്ങളിൽ ട്വിസ്റ്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മളൊക്കെ വീഡിയോ ഇട്ടതാണ് അരുൺകുമാർ, റിപ്പോർട്ടർ ടിവിയിലെ അരുൺകുമാറിന്റെ ഭാഗത്ത് നിന്നും ചോദിക്കുന്ന പല ക്വസ്റ്റ്യൻസിനും ആൻസർ കിട്ടാതെ വരികയും അതുപോലെ തന്നെ ഈ മുകേഷുമായിട്ടുള്ള കാര്യത്തിൽ വളരെ ഇന്റിമേറ്റ് ആയിട്ട് ഇവർ ഈ ഒരു പീഡനത്തിന് ശേഷവും 2-3 വർഷത്തിന് ശേഷം സംസാരിച്ചിട്ടുണ്ടെന്നും അതുപോലെ തന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ പൈസക്ക് വേണ്ടിയിട്ട് മുകേഷിന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടെന്നും എല്ലാം കഴിഞ്ഞ ദിവസം പുറത്തു വന്ന കാര്യങ്ങളാണ്. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം മുകേഷ് ഓൾറെഡി കോടതിയിൽ സബ്മിറ്റ് ചെയ്യുകയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതോട് കൂടിയിട്ട് അവിടെ ഒരുമാതിരി മിനു മുനീർ പൊളിഞ്ഞ രീതിയിലേക്ക് മാറിയിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങളാകുന്നതിന് മുൻപ് തന്നെയാണ് ഈ ഒരു പരാതിയുമായിട്ട് അടുത്ത ബന്ധു വരുന്നത്. അതായത് അമ്മയുടെ അനിയത്തിയുടെ മോളോ അങ്ങനെയുള്ള ഏറ്റവും അടുത്ത ബന്ധു തന്നെയാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇത്രയും അടുത്ത ബന്ധു വന്നിട്ട് ഇങ്ങനെയൊക്കെ പറയണമെങ്കിൽ വെറുതെ ആയിരിക്കും തോന്നുന്നില്ല. അപ്പൊ ഇതിനെ കുറിച്ചിട്ട് മിനു മുനീർ പറയുന്ന കാര്യങ്ങൾ കൂടിയിട്ട് കേൾക്കാം. ഈ ആരോപണം പരാതിക്കാരിയായ നടി നിഷേധിച്ചു. തനിക്കെതിരെ രംഗത്തെത്തിയ ബന്ധുവായ യുവതിക്ക് പിന്നിൽ ഉന്നതരുണ്ടെന്നാണ് ഇവരുടെ ആരോപണം. അവളും അവളുടെ അമ്മയും എന്നെ കുറെ പ്രാവശ്യം എന്നെ സാമ്പത്തികമായിട്ട് കുറെ എന്നോട് ഹെൽപ്പ്, ഞാൻ 1 ലക്ഷം രൂപയോളം വരെ സഹായിച്ചു. പിന്നെയും ചോദിച്ചപ്പോൾ ഞാനത് കൊടുത്തിട്ടില്ല. അതിന്റെ ഒരു വൈരാഗ്യം ഇവർക്കുള്ളിൽ ഉണ്ടായിരുന്നു. ഇപ്പൊ അഡ്വക്കേറ്റ് ഷൈജൻസി ജോർജിനെതിരെ ഞാൻ കംപ്ലൈന്റ് കൊടുക്കും. അതിനിടയിൽ ഒരു ജഡ്ജും ഉണ്ട് ആ കൂട്ടത്തിലെ. അപ്പൊ എന്റെ അഡ്വക്കേറ്റ് ഒക്കെ പറഞ്ഞിരുന്നു ഇത് പൊക്കൂന്നുള്ള കാര്യം. അപ്പൊ അവരുടെ എല്ലാവരുടെയും കളിയാണ് ഇത്. മൊത്തം പ്രശ്നമാകുമെന്ന് പറഞ്ഞപ്പോ എന്നെ എങ്ങനെയെങ്കിലും കള്ളക്കേസ് എടുത്ത് അകത്തിടുവാണെങ്കിലേ എനിക്കിത് ഒരറിവുമില്ല, ഞാൻ അങ്ങനെ ചെയ്തിട്ടുമില്ല. അപ്പൊ മിനു മുനീർ ഇനിയും ഒരുപാട് പേർക്കെതിരെ കംപ്ലൈന്റ് കൊടുക്കാൻ പോവാണെന്നാണ് പറയുന്നത്. അത് മാത്രമല്ല ഒരുപാട് പേരുടെ പേര് ഓൾറെഡി പറഞ്ഞു. ഇനിയും കൂടുതൽ പേര് ഇനി ആരും പറയാൻ ബാക്കിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത്രയും ആൾക്കാരുടെ പേരും പറയുന്നുണ്ട്. അത് മാത്രമല്ല എന്താ പറയാ, ആളുടെ സംസാരമാണെങ്കിൽ ഭയങ്കര കോമഡിയാണ്. ഈ മുകേഷുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യത്തിൽ ഇത്രയും ദിവസങ്ങൾ കഴിഞ്ഞ ശേഷം ഇന്റിമേറ്റ് ആയിട്ട് എന്താ പറയാ മുകേഷ് ആയിട്ട് പോലും മെസ്സേജ് അയക്കുകയും പിന്നെ സംസാരിക്കുകയും ചെയ്യുകയും മുകേഷിനോട് ഇത്രയും പൈസക്ക് ചോദിക്കുകയൊക്കെ ചെയ്ത ഇതേ വ്യക്തി തന്നെ ഇപ്പം വന്നിട്ട് പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഇപ്പം ആരോപണം ഉന്നയിച്ച ഈ ബന്ധു എന്ന് പറയുന്ന വ്യക്തി ഞാൻ പൈസക്ക് ചോദിച്ചായിരുന്നു, എന്നിട്ട് ഞാൻ കൊടുത്തില്ല, 1 ലക്ഷത്തി സംതിങ് ചോദിച്ച സമയത്ത് കൊടുക്കാത്തത് കൊണ്ട് അതിന്റെ ദേഷ്യത്തിലാണ് ഇപ്പൊ വന്ന് പറയുന്നതാണ്. അപ്പൊ ഇത് തന്നെയാണ് നമ്മൾ മുകേഷിന്റെ കേസിലും പറഞ്ഞത്. അന്ന് അരുൺകുമാർ എടുത്ത് ചോദിച്ചിരുന്നു. അന്ന് 1 ലക്ഷം രൂപക്ക് കാരണം ചോദിച്ച സമയത്ത് മുകേഷ് തന്നിരുന്നെങ്കിൽ ഇന്ന് ഈ പരാതി മിനു ഉന്നയിക്കില്ലായിരുന്നു അല്ലേ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതുപോലെ തന്നെയാണ് ഇപ്പൊ മിനു പറയുന്നത്, എന്റെ കസിൻ അല്ലെങ്കിൽ എന്റെ ആ ഒരു റിലേറ്റീവ് വന്നിരിക്കുന്നത് ഞാൻ പൈസ കൊടുക്കാത്തതിന്റെ പേരിലാണ് അവര് അമ്മയും മോളും കൂടി എനിക്കെതിരെ പറയാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുന്നതെന്നാണ്. ഇത്രയും അടുത്ത ഒരു ബന്ധു കൂടിയാണ് വന്നേക്കുന്നതെന്നാണ് ഒരു കാര്യം. അതായത് ഇതിൽ അവർ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, മിനു മുനീർ അവരെ ഓഡീഷന്റെ പേരിൽ കൂട്ടിയിട്ട് പോവുകയും 16 വയസ്സ് മാത്രമുള്ള ആ ഒരു കസിൻ അല്ലെ, ആ ഒരു ആളെയാണ് കൂട്ടിയിട്ട് പോയി എന്ന് പറയുന്നത്. അപ്പോൾ ഇവരിപ്പോ വരാനുള്ള കാരണം അല്ലെങ്കിൽ ഇത്രയും നാൾ കഴിഞ്ഞ് എന്തുകൊണ്ട് പരാതി കൊടുത്തില്ല, എന്തുകൊണ്ടാണ് ഇപ്പോൾ വന്നതെന്ന് ചോദിക്കുന്ന സമയത്ത് അന്ന് എനിക്ക് ചെറുപ്പമായിരുന്നു. അത് മാത്രമല്ല ഇപ്പൊ മിനു മുനീർ വന്നിട്ട് പലർക്കെതിരെയും ഇങ്ങനെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് കാണുമ്പോൾ ഈ ഒരു സ്ത്രീയുടെ മൂടുപടം അഴിയണമെന്ന് തോന്നി. അതുകൊണ്ട് കൂടിയാണ് ഇപ്പം പരാതി കൊടുക്കുന്നത്. ഇതുപോലെ ഞാൻ മാത്രമല്ല ഒരുപാട് പേര് ഇതിന് ഇരയായിട്ടുണ്ടെന്ന് അവര് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ മിനു മുനീർ അന്ന് കൂട്ടിപ്പോയ സമയത്ത് ഇവരോട് പറഞ്ഞു, അതായത് പേടിക്കൊന്നും വേണ്ട, ഇങ്ങനെ ചെയ്തിട്ട് ഇതിനു മുൻപും ഒരുപാട് പേര് സാമ്പത്തികമായിട്ട് കിട്ടിയിട്ടുണ്ട്, ഇവരുടെ ഭാഗത്തുനിന്ന് സാമ്പത്തികമായി കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ ഓൾറെഡി ചെയ്തതാണെന്ന് പറയുകയും അപ്പോൾ ഇവരത് നിഷേധിക്കുകയും എനിക്ക് പോകണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുകയും ചെയ്തിട്ട് ആ ഒരു 16 വയസ്സേ ഉള്ളൂ എന്നാണ് ഇവർ പറയുന്നത്. അപ്പൊ ആ ഒരു സമയത്ത് അങ്ങനെയാണ് സംഭവങ്ങൾ നടന്നത്. ഇവർ നിഷേധിക്കുകയും അവിടെ നിൽക്കാൻ കൂട്ടാക്കാതെ പിന്നീട് ഇങ്ങോട്ട് തിരിച്ചു വരികയും കാര്യങ്ങളൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ എന്തായാലും മിനുവിനെതിരെ ഇങ്ങനെ ഒരു ആരോപണം
അടുത്തൊരു ബന്ധു തന്നെ വന്നിട്ട് പറഞ്ഞിരിക്കുകയാണ്. അപ്പം മിനു ഒരു വീഡിയോ കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു, നമുക്ക് ആ വീഡിയോ കൂടി ഒന്ന് കാണാം. ഗുഡ് മോർണിംഗ് എവരിവൺ. ഇപ്പോൾ എന്നെ കുറിച്ച് ഒരു കുട്ടി പറയുന്ന അലിഗേഷൻസ് അത് ഒരിക്കലും സത്യമല്ല. കാരണം ഇത് ഞാനിപ്പം ഓണം കഴിഞ്ഞ് കുറെ 50ഓളം കുട്ടികൾ ഇനി മൊഴി തരാൻ വരുമെന്നും പിന്നെ 14 എം എൽ എമാരുടെ കാര്യങ്ങൾ പറയുമെന്നും ഓപ്പോസിറ്റ് പാർട്ടി 4 MLA-മാർ 2 മിനിസ്റ്റേഴ്സ് ഇതൊക്കെ പറയുന്നു ഞാൻ പറഞ്ഞില്ല. അപ്പൊ അതിനുവേണ്ടി എന്നെ കൊടുക്കാൻ വേണ്ടി ആ പെൺകുട്ടി ക്യാഷ് വാങ്ങിച്ചിട്ട് എനിക്കെതിരെ പറയുന്ന ഒരു കള്ളക്കേസാണ്. ആരും വിശ്വസിക്കുന്നത്. കാരണം എനിക്കും ആ പ്രായത്തിലൊരു മോളുള്ളതാണ്. ഒരിക്കലും ഞാൻ അങ്ങനെ ഒരു സംഭവം ആ കുട്ടിയെന്നല്ല ആർക്കും ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് ഞാൻ ഇന്ന് മൊഴി കൊടുക്കാനിരുന്നത് ബാലചന്ദ്ര മേനോനെതിരെയും അഡ്വക്കേറ്റ് ഷൈജൻ സി ജോർജിന്റെ കൂടെ മുഹമ്മദ് കോയ എന്ന് പറഞ്ഞ ലക്ഷദ്വീപ് ജഡ്ജുണ്ട്. പിന്നെ നമ്മുടെ ജാഫർ ഇടുക്കിയാണ് മറ്റേ UK-യിലെ ഒരു സ്പോൺസർ. അപ്പൊ ആ സ്പോൺസർ ഒരു വലിയ ആളാണല്ലോ. അപ്പം ഇവരെല്ലാരും കൂടി നമ്മളെ ഈ മൊഴി കൊടുക്കാതിരിക്കാൻ വേണ്ടിയും സത്യങ്ങൾ പുറത്തു വരാതിരിക്കാൻ വേണ്ടിയും എന്നെ ലോക്ക് ചെയ്യുകയാണെങ്കിൽ പിന്നെ ഒന്നും പുറത്തു വരത്തില്ല, ഒന്നും അറിയത്തില്ലല്ലോ. അതിനു വേണ്ടിയുള്ള ഒരു രാഷ്ട്രീയ കളിയാണ്. എനിക്ക് ഈ കാര്യത്തിൽ ഒരു അറിവുമില്ല, ഇതിൽ യാതൊരു സത്യവുമില്ല. ഈ കുട്ടീനെ ശരിക്കും ഒന്ന് ക്വസ്റ്റ്യൻ ചെയ്താൽ ഈ കുട്ടിയെക്കുറിച്ച് മൂവാറ്റുപുഴ സ്റ്റേഷനിൽ അന്വേഷിച്ചാൽ ഇവരുടെ കംപ്ലീറ്റ് സ്റ്റോറി കിട്ടും, ഈ കുട്ടി ആരാണെന്നൊക്കെ. അതുകൊണ്ട് എനിക്ക് ഈ കുട്ടി അമ്മയുടെ അനുജത്തിയുടെ മോള് തന്നെയാണ്. ഭയങ്കര പ്രശ്നക്കാരിയാണ് ഈ കുട്ടി. അമ്മയുടെ അനിയത്തിയുടെ മോള് തന്നെയാണ്, ഭയങ്കര പ്രശ്നക്കാരിയാണ്. അപ്പൊ ഇവര് കുടുംബപരമായി പ്രശ്നക്കാരാണ് എന്നോട് മനസ്സിലാക്കാം. ഈ ഒരു മിനു മുനീറിന്റെ വാക്കുകളിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും അമ്മയുടെ അനിയത്തിയുടെ മോളാണ് വന്നിട്ട് ഈ പറയണത്. അത് മാത്രമല്ല അവിടെ മൂവാറ്റുപുഴ സ്റ്റേഷനിൽ ഒന്ന് അന്വേഷിച്ചാൽ മതി അവരെ കുറിച്ചെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇവര് സത്യം പറഞ്ഞ ഇതിപ്പോ കേൾക്കണ ആൾക്കാർക്ക് മനസ്സിലാകുന്ന കുടുംബത്തോട് കൂടിയിട്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയാണ്. അത് മാത്രമല്ല കുടുംബത്തോട് കൂടിയിട്ട് എല്ലാവരും കൂടി ഇറങ്ങിയേക്കാണോ എന്ന് ചോദിക്കും. കാരണം ആ രീതിയിലാണ് ഇപ്പം ഇത്രയും അടുത്ത ആൾ വന്നിട്ട് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കാം. എന്തായാലും മിനു ഇതൊരിക്കലും എന്തായാലും ഞാനാണ് ചെയ്തതോ ഞാൻ ചെയ്തു എന്നൊന്നും പറയാനൊന്നും പോകുന്നില്ല, അതാരും പറയത്തില്ല. അത് മാത്രമല്ല ഇതിൽ സത്യം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് എന്തായാലും അന്വേഷിക്കുക. എന്തായാലും കേസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഇതിന്റെ സത്യവും പുറത്തു വരട്ടെ. അതുപോലെ തന്നെ ഇതിന്റെ ഇടക്ക് മാഞ്ഞു പോവാതിരിക്കട്ടെ ജെനുവിൻ ആയിട്ടുള്ള കേസുകൾ, അതാണ് പറയാനുള്ളത്. കാരണം ഒരുപാട് ജെനുവിൻ ആയിട്ടുള്ള കേസുകൾ ഇനി വരാൻ മടിക്കും. കാരണം അവര് വന്ന് പറഞ്ഞാലും അത് വ്യാജനാന്നുള്ള രീതിയിലേക്ക് ഇങ്ങനെ വരും. കാരണം ഒരുപാട് ഭൂരിഭാഗവും വന്നേക്കുന്നത് വ്യാജ കേസുകളാണ് ഇപ്പോൾ വന്നേക്കുന്നത്. കാരണം ആദ്യം നല്ല രീതിയിൽ വരികയും പിന്നീട് അത് എന്താ പറയാ വ്യാജനാണെന്ന് തെളിയുന്ന ഒരു രീതിയിലേക്കാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നല്ല ജെനുവിനായിട്ടുള്ള കേസുകൾ വരുന്ന സമയത്ത് എന്ത് ചെയ്യും, അത് ഇതിനെ എഫക്ട് ചെയ്യും. അപ്പൊ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാം.